ഹലോ ഗായ്സ്, അടുത്തൊരു ലോങ് വീഡിയോയുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു. പോയിട്ട് കുറച്ചായെങ്കിലും വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. അല്ല റിച്ചോ? യെസ് ഗായ്സ്, അപ്പം നമ്മൾ പോയിക്കണത് കസാക്കിസ്ഥാനിലുള്ള അൽമാട്ടിയിലേക്കാണ്. അവിടെ നല്ല തണുപ്പായിരുന്നു. ഞങ്ങൾ പോയൊരു ടൈമിൽ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് മോർണിംഗ് ടൈമിൽ ഒരു 5 to 6 നൈറ്റൊക്കെ ആകുമ്പോൾ 2 താഴെയും ടെമ്പറേച്ചർ പോയിരുന്നു. സ്നോഫോൾ കിട്ടിയിരുന്നില്ല, പക്ഷേ അതിഭയങ്കര തണുപ്പും കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും എന്താണോ ഏത് ക്ലൈമറ്റാണോ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിച്ച് അത് കിട്ടിയിരുന്നു. സ്റ്റിൽ സ്നോഫോൾ ഒരു മിസ്സിങ് ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. ആക്ച്വലി ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് അട്രാക്ഷൻ. ഷിംലക് എന്ന് പറഞ്ഞ ഏരിയയാണ്, പോയിട്ടുള്ളവർക്ക് അറിയാം. ഒരു മേജർ സ്പോട്ടാണ്, മസ്റ്റ് വാച്ച് സ്പോട്ടാണ്. അതിൽ കൂടെ ഈ കേബിൾ കാറിൽ പോകുമ്പോൾ ഈ വക സ്പോട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു വീടൊക്കെ വേണം നമുക്ക് തോന്നിപ്പോവും. സോ ഇത് ഗൈസ് നമ്മൾ ഫസ്റ്റ് ഫേസിലെത്തിയ ഒരു വ്യൂ ആണ്. അവിടെയും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകും തോറും നല്ല വ്യൂസ് ആയിരുന്നു. എന്താ പറയുക, അത് എക്സ്പീരിയൻസ് ചെയ്താലാണ് അത് മനസ്സിലാവുള്ളൂ. പിന്നെ ഫസ്റ്റ് മഞ്ഞ് കണ്ട, സ്നോ കണ്ട ഒരു ഫീൽ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരുന്നു. പണ്ട് നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്ന ആ സ്നോ ഒക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ്, അതാണ് ഞാൻ ഈ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഈ സ്നോ സ്പ്രേ ചെയ്യുന്ന പരിപാടിയൊക്കെ അവിടെ ആക്ച്വലി സ്കീ ചെയ്യാനൊക്കെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട്. അവർക്കൊരു ഏരിയ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ റിസ്ക് എടുക്കേണ്ട, ഫസ്റ്റ് ഡേ ആണ്, എല്ലാ തണ്ടലും വെട്ടി കിടന്നു കഴിഞ്ഞാൽ ട്രിപ്പ് മുഞ്ച് നീകരിച്ചിട്ടാണ് നമ്മൾ അതിന് പുറപ്പെടാണ്ടിരുന്നത്. പക്ഷേ ബാക്കിയുള്ള എല്ലാ അർമാദിക്കലും ഞങ്ങൾ ആ സ്നോയിൽ കടന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ. ദെൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത് അവിടുത്തെ ഫുഡായിരുന്നു. ഫുഡ് നമ്മൾ ആദ്യം തന്നെ ഓർഡർ ചെയ്തത് ഈ തണുപ്പത്ത് നല്ലൊരു ഹോട്ട് ബ്രൗണി ആയിരുന്നു. ഇറ്റ്സ് വെരി സൂപ്പർ. എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബർഗർ, പാസ്ത, നൂഡിൽസ് അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. അവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് കുതിരയിറച്ചിയായിരുന്നു. അത് നമ്മൾ കൊണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഇങ്ങനത്തെ ഫുഡ്സ് കഴിച്ചു. രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കറക്കമായിരുന്നു ഞങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ എല്ലാ ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി പിന്നെ രാത്രിയാണ് ഞങ്ങളൊന്ന് സിറ്റി ഭാഗത്തേക്ക് ഇറങ്ങിയത്. ഡിസംബർ ഓൾറെഡി സ്റ്റാർട്ടായതുകൊണ്ട് തന്നെ അവിടെ ഓൾറെഡി ഉള്ള ക്രിസ്മസ് കാര്യങ്ങൾ, ന്യൂ ഇയർ പരിപാടി, ഇതിൻ്റെയൊക്കെ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫുൾ സിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ ആക്ച്വലി. അങ്ങനെ ആ നടത്തത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തിയത് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. സോ അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ കേക്ക് വേണ്ട, പിസ്സ മതിയും പറഞ്ഞാൽ ഞങ്ങൾ പിസ്സ ഒക്കെ കഴിച്ചു. ദെൻ ഇത് പിറ്റേ ദിവസം മോർണിംഗത്തെ ഒരു വ്യൂ ആണ്. നമ്മുടെ ഹോട്ടൽ റൂമിൻ്റെ ഫ്രണ്ടിലുള്ളൊരു വ്യൂ ആണ്. അതും അടിപൊളി തന്നെയായിരുന്നു. പിന്നീട് നമ്മൾ അവിടുന്ന് അങ്ങനെ കുറച്ച് വ്യൂസൊക്കെ കണ്ട് പതുക്കെ നടന്നു. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡേയുടെ സ്റ്റാർട്ടിങ് പരിപാടി. ഞങ്ങൾ ഹോട്ടലിൽ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ടാക്സി എടുത്തില്ല, ജസ്റ്റ് ബാക്കിൽ കൂടെ അങ്ങനെ നടക്കാൻ നമുക്ക് ഒരു പാർക്ക്. ഞങ്ങൾ ആക്ച്വലി ഗൂഗിൾ മാപ്പിലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു പാർക്ക് ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു പാർക്ക് വേ കാര്യങ്ങളായിരുന്നു. ആൾക്കാർ രാവിലെ ജോഗിങ്ങിന് പോകലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പാർക്ക് ഏരിയ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കണ്ടിട്ട് പിന്നെ നമുക്ക് അവിടുന്ന് നമ്മുടെ സെക്കൻഡ് ഡേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്നുള്ള തീരുമാനമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നടപ്പ് സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണിത്.
അങ്ങനെ ഞങ്ങൾ ടാക്സി എടുത്തു. ഞങ്ങളുടെ അടുത്ത മെയിൻ സ്പോട്ടായ ബിഗൽമാട്ടി ലേക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ചധികം കിലോമീറ്റേഴ്സ് ഉണ്ട് സിറ്റിയിൽ നിന്ന്. ഇതൊരു ഔട്ട്സ്കേർട്ട് ഭാഗത്തേക്കാണ് ഈ ബിഗൽമാട്ടി ലേക്കൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ബിഗൽമാട്ടി ലേക്ക്. ഈ ചെറുപ്പത്തിൽ മറ്റേ ക്ലാസ്മേറ്റ്സിൻ്റെ ഒക്കെ നോട്ട്ബുക്കിൽ വരുന്ന കവർ പേജ് പോലുള്ള പരിപാടിയാണിത്. വീഡിയോയിൽ കാണാൻ എത്രത്തോളം ഭംഗിയുണ്ടോ അതിൻ്റെ ഒരു 10-100 ഇരട്ടിയാണ് ഇത് നേരിട്ട് കാണുമ്പോഴുള്ള ഒരു ഫീല്. വേറെ ലെവലായിരുന്നു. അതെ, വ്യൂ ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങിയത് സിറ്റിയിലേക്കാണ് ഫോർ ഷോപ്പിംഗ്. നമ്മൾ ലാസ്റ്റ് ഡേ പിറ്റേ ദിവസമായിരുന്നു. സോ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളും ആൻഡ് അവിടെ ഇങ്ങനെ ക്രിസ്മസ് വൈബ്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ 1st വീക്കോ തുടങ്ങി ക്രിസ്മസ് വൈബ്സ് ആയിരുന്നു. നമ്മൾ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. നല്ല വ്യൂസ് ആയിരുന്നു. എന്താ പറയുക, ഈ സിനിമകളിലൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഫിലിംസിലൊക്കെ കാണുന്ന ആ വ്യൂസൊക്കെ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്ട്രീറ്റ് ഇതൊരു ഫേമസ് സ്ട്രീറ്റാണ്, പേര് മറന്നുപോയി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പൊക്കെ ചെയ്ത് ഓരോ ഫാമിലിക്കും, നമ്മളോടുള്ള ഓരോ ഫാമിലിക്കും ഓരോ ബോക്സ് ചോക്ലേറ്റ് കൊടുന്നു. അങ്ങനെ സോ അത്ര ഉള്ളു ഗൈസ്. നമ്മുടെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പായിരുന്നു ഇത്. അത്യാവശ്യം തന്നെ നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ആൻഡ് ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ആയിരുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ.